ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി വളരെ വിശദമായി കുട്ടികളെ വളർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പറയുകയാണ്. എന്നിട്ട് ബഹുമാനപ്പെട്ടവർ പറയുന്നു, മക്കളെ, നിങ്ങളുടെ സ്വന്തം മക്കളെ കൃത്യമായി നിങ്ങൾ മദ്രസയിലെത്തിക്കണം. നിങ്ങൾ കൃത്യമായി പഠിപ്പിക്കുന്ന ഉസ്താദിന്റെ അടുക്കലെത്തിക്കണം, ടീച്ചർമാരുടെ അടുക്കലെത്തിക്കണം. അവരെ കുറിച്ച് നല്ല മതിപ്പുണ്ടാക്കണം. ഉസ്താദ് വളരെ മോശമാണെങ്കിലും കുട്ടിയുടെ മുന്നിൽ വെച്ച് ഉസ്താദിന്റെ കുറ്റം പറയരുത്. ആ ഉസ്താദിനെ സ്വകാര്യം വിളിച്ചു വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം, കമ്മിറ്റിക്കാരെ വിളിച്ചു പറഞ്ഞിട്ട് വേണമെങ്കിൽ അയാളെ മാറ്റാം. പക്ഷേ ഉസ്താദിന്റെ കുറ്റം കുട്ടിയുടെ മുന്നിൽ വെച്ച് മിണ്ടിപ്പോകരുത്. ടീച്ചറുടെ കുറ്റം കുട്ടിയുടെ മുന്നിൽ വെച്ച് മിണ്ടിപ്പോകരുത്. നിങ്ങളെ കുട്ടി അതോടുകൂടെ തകർന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. എത്ര തെറ്റ് ചെയ്ത ഗുരുനാഥനാണെങ്കിലും ഗുരുനാഥന്റെ കുറ്റം കുട്ടിയുടെ മുന്നിൽ വെച്ച് പറയരുത്. ഞാൻ നിങ്ങളോട് പറയട്ടെ, എന്റെ ഒരു കുട്ടീനെ ഒരു ടീച്ചർ അടിച്ചിട്ട് കൈന്റെ വിരൽ പൊട്ടിയിട്ട് ആ കൈ കൊണ്ട് എഴുതാൻ കഴിയുന്നില്ല. എന്നോട് പറഞ്ഞു, ഇങ്ങനെ കുട്ടിയുടെ കൈ അടിച്ചിട്ട് പൊട്ടിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, അത് കിട്ടിയത് പോരാ, ഇനിയും കിട്ടണോ? കാരണം വെറുതെ എന്തായാലും അടിക്കൂല, എന്തെങ്കിലും ഒരു വികൃതി കളിച്ച് കടിച്ചായിരുന്നു, അതുകൊണ്ട് കിട്ടണം ഇനിയൊന്നും അവന്റെ മുമ്പ്. അങ്ങനെ പറയാവൂ, ഞാൻ ഉദാഹരണം പറഞ്ഞതാണ്, അങ്ങനെ പറയാവൂ. നേരെ മറിച്ച് ചില ആൾക്കാരുണ്ട്, എന്റെ മോന്റെ കൈ നോക്കട്ടെ, പഠിച്ചോനെ ഇങ്ങനെ അടിച്ചു അയാള് എന്ന് ചോദിച്ചിട്ട് ഇയാൾ പാടുപെടുത്തിറങ്ങാൻ പോയാൽ ഈ കുട്ടി ഒരു കാലത്തും നന്നാവൂല. നേരെ മറിച്ച് ക്ഷമിക്കണം. അവിടെ ആ ഗുരുനാഥൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഗുരുനാഥനെ സ്വകാര്യം വിളിച്ച് ഉപദേശിക്കുകയോ നിർദ്ദേശിക്കുകയോ അതിന്റെ ഉത്തരവാദപ്പെട്ടവരുടെ ശ്രദ്ധയിൽപ്പെടുത്തി അവർ മുഖേന നടപടി സ്വീകരിക്കുകയല്ലാതെ ഒരിക്കലും കുട്ടിയുടെ മുന്നിൽ വെച്ച് ഒരു ഗുരുനാഥനെയും കുറ്റം പറയരുത്. ഇമാം ഗസാലി റഹിമഹുല്ലാഹ് പഠിപ്പിക്കുന്നു, നന്നായി ഖുർആൻ പഠിപ്പിക്കണം, വഹദീസുൽ അഖ്ബാരി, അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദീസുകൾ പഠിപ്പിക്കണം, വഹികായാത്തുൽ അബ്റാരി, നല്ല മഹാന്മാരെ ചരിത്രം പറഞ്ഞു കൊടുക്കണം, മഹാന്മാരെ ചരിത്രം കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം, വഅഹ്വാലഹും, മഹാന്മാരുടെ സ്വഭാവ സ്ഥിതിവിശേഷങ്ങൾ പറഞ്ഞു കൊടുക്കണം. സുബ്ഹാനല്ലാഹ്, ഉമ്മയുടെ പൊരുത്തം കിട്ടാൻ വേണ്ടി ഉമ്മക്ക് പാല് കൊണ്ടുവന്ന് വെച്ച് നേരം വെളുക്കുന്നത് വരെ ഉമ്മ ഉറങ്ങിക്കിടക്കുമ്പോ നേരം വെളുക്കുന്നവരെ ഉമ്മനെയും കാത്ത് പാലും കയ്യിൽ പിടിച്ച് സുബഹിയായി പോയ മഹാന്മാരില്ലേ? ഓ സഹോദരന്മാരെ, മഹാന്മാരെ ചരിത്രം കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. അതുപോലെ എന്നിട്ട് ബഹുമാനപ്പെട്ടവർ പറയാണ്, സജ്ജനങ്ങളോടുള്ള സ്നേഹം, ഔലിയാക്കളോടുള്ള സ്നേഹം, ആലിമീങ്ങളോടുള്ള സ്നേഹം കുട്ടികളെ മനസ്സിൽ കുട്ടിക്കാലത്ത് തന്നെ വളർന്നു വരണം. നമ്മൾ തന്നെ കുട്ടികളെ മുമ്പ് ആലിമീങ്ങളെ കുറ്റം പറയാൻ തുടങ്ങിയാലോ കുട്ടിക്ക് ഇൽമിനോട് ഒരു ബഹുമാനം ഉണ്ടാവില്ല, ആലിമീങ്ങളോട് ബഹുമാനം ഉണ്ടാവില്ല, അപ്പൊ പിന്നെ പള്ളിയോട് ബഹുമാനം ഉണ്ടാവില്ല, അപ്പൊ പിന്നെ ദീനിനോട് ബഹുമാനം ഉണ്ടാവില്ല, അള്ളാഹുവിന്റെ റസൂലിനോട് വരെ ബഹുമാനം ഇല്ലാതെയായി പോകും. ആലിമീങ്ങളെ കുറ്റം മക്കളെ മുന്നെന്ന് പറഞ്ഞാൽ ഒരിക്കലും ആലിമീങ്ങളെ കുറ്റം പറയരുത്, ഇൽമിന്റെ കുറ്റം പറയരുത്. ബഹുമാനപ്പെട്ടവർ പറയാണ്, നല്ല നല്ല പദ്യങ്ങൾ പഠിപ്പിക്കണം. അതുപോലെ കുടുംബത്തിന്റെ മുന്നിൽ നല്ല നിലക്ക് ജീവിക്കാൻ പഠിപ്പിക്കണം. ഓരോന്നിങ്ങനെ വിശദീകരിച്ചിട്ട് മഹാനവറുകൾ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ട് പറയാണ്, നല്ല കാര്യം ഒരു കുട്ടി ചെയ്താൽ പ്രോത്സാഹിപ്പിക്കണം. നല്ല കാര്യം ചെയ്താൽ യാസീൻ കാണാതെ പഠിച്ചാൽ യാസീൻ ഒറ്റ തെറ്റില്ലാതെ ഓതി, എനിക്ക് ഞാൻ പ്രത്യേകം